ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറി വെക്കാം. ഒരു 3/4 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയെടുത്തത്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ചൂടാക്കിയെടുത്തേക്കുന്ന കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ്, പിന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓണാക്കാം. നന്നായി ഒന്ന് തിളച്ച് വരാനായിട്ട് മൂടിയും കൂടെ വെക്കാം. ഇതാ ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനുള്ള റെഡിയാക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ്. എണ്ണ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. മുളക് ഈ പാകമാകുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെമ്മീൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.